മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നിയമസഭാ കക്ഷി യോഗം ഉടൻ ചേരാനിരിക്കുകയാണ്. ഇന്നോ നാളെയോ എം.എൽ.എമാരുടെ യോഗം നടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വ്യാഴാഴ്ച മഹായുതി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയുണ്ടാകുമെന്ന് സംസ്ഥാനത്ത് ബി.ജെ.പി. അധ്യക്ഷൻ നേരത്തെ പറഞ്ഞിരുന്നു. ഗൗതം വാർത്തയുടെ വിവരങ്ങൾ കൂടി. വ്യാഴാഴ്ചയാണ് മഹായുതി സർക്കാരിൻ്റെ സത്യപ്രതിജ്ഞ നടക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് ഇന്നോ നാളെയോ ആകും ബി.ജെ.പിയുടെ നിയമസഭാ കക്ഷിയോഗം മുംബൈയിൽ ചേരാൻ പോകുന്നത്. ഇതിൻ്റെ തീയതി എപ്പോഴാണെന്ന് തീയതിയും സമയവും എപ്പോഴാണെന്നതിൽ ഒരു വ്യക്തത ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം നൽകിയിട്ടില്ല. ഇന്ന് അതല്ലെങ്കിൽ നാളെയോ മുംബൈയിൽ വെച്ച് എം.എൽ.എമാരുടെ യോഗം ചേരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതിനാൽ ആ യോഗത്തിൽ വെച്ചാകും എന്തായാലും നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുത്ത് മുഖ്യമന്ത്രി ആരാകുമെന്നത് സംബന്ധിച്ചുള്ള ഔദ്യോഗികമായ പ്രഖ്യാപനം ബി.ജെ.പിയുടെ ദേശീയ നേതൃത്വം നടത്തുക. വ്യാഴാഴ്ച ആസാദ് മൈതാനിയിൽ വെച്ചാണ് പ്രൗഢഗംഭീരമായ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുന്നത്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ബി.ജെ.പി. നേതൃത്വത്തിൽ നിന്നും ഒരാൾ എത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനങ്ങൾ നേരത്തേതുപോലെ 2 പേർക്കായി നൽകും. ഒന്ന് എൻ.സി.പിയിലെ അജിത് പവാർ നിലവിൽ ഉപമുഖ്യമന്ത്രി തന്നെയാണ്. ഇത് കൂടാതെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ ഒരുപക്ഷെ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താനാണ് സാധ്യത. അതല്ലെങ്കിൽ ഏകനാഥ് ഷിൻഡെയുടെ മകനും നിലവിൽ എം.പിയുമായിട്ടുള്ള ശ്രീകാന്ത് ഷിൻഡെ ആ സ്ഥാനത്തേക്ക് എത്തും. എന്തായാലും ശിവസേനയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകും. ആ ഒരു ഫോർമുലയിലാണ് നിലവിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ മുംബൈ കേന്ദ്രീകരിച്ച് പുരോഗമിക്കുന്നത്. ശരി, ഗൗതം അനന്തനാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്.